നാട്ടിൽ 2 ആനയും 10 ഏക്കർ റബ്ബർ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ വലിച്ചോണ്ടിരുന്നാ മതി, കുഞ്ഞിനെ വിട്ടുതരണമെങ്കിൽ മാന്ത്രിക കുട്ട അഥവാ കാർ സീറ്റ് നിർബന്ധമാണത്രേ. ഇതിന്റെ പ്രവർത്തനം ആശുപത്രി തന്നെ നമ്മെ പഠിപ്പിക്കും. സത്യം പറഞ്ഞാൽ ഇതൊരു ആപ്പ കുട്ടയൊന്നുമല്ല ഗൈസ്. വണ്ടി മറിഞ്ഞാലും കുഞ്ഞു സുരക്ഷിതമായിരിക്കും എന്നതാണ് ശാസ്ത്രം. പല സ്ഥലങ്ങളിലും ഈ കുട്ടയുള്ളവർക്ക് മുൻഗണന തന്നെയാണ്. കുട്ടികൾ വളരുന്നതനുസരിച്ച് കുട്ടയുടെ വലുപ്പവും രൂപവും മാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെ യുദ്ധഭൂമിയിൽ നിന്നും വീട്ടിലേക്ക്. ജോലി ഏതു തന്നെ ആയാലും 1 വർഷം മുതൽ 1.5 വർഷം വരെ പ്രസവാനന്തര അവധി ലഭിക്കുന്ന രാജ്യം തന്നെയാണ് കാനഡ. സൗജന്യ വിദ്യാഭ്യാസം, സൗജന്യ ചികിത്സ തുടങ്ങി 187 രാജ്യങ്ങളിൽ വിസ പോലും ഇല്ലാതെ പോകാൻ കഴിയുന്ന ഒരു മുതലാണ് ഗൈസ് ഈ കുട്ടയിലിരിക്കുന്നത്. അപ്പന്റെ പഴയ ലുങ്കിയിൽ ഉണ്ടാക്കിയ തൊട്ടിലിൽ തുണിയും മണിയും ഇല്ലാതെ കിടന്നൊരു കുട്ടിക്കാലം എനിക്കുണ്ടായിരുന്നു. ഇതിപ്പോ തൊട്ടിലാണോ കോൺക്രീറ്റ് കുഴയ്ക്കുന്ന മെഷീനാണോ എന്നതാണ് എന്റെ സംശയം. അങ്ങനെ പേരിടൽ മഹാമഹം എത്തിപ്പോയി. ബ്രൂസിലിയും നയൻസും സായിപ്പിന്റെ ആളായി. സിന്ധു നദീതട സംസ്കാരം വിട്ട് ഒരു കളിക്കും ഞാനില്ല. എന്തു പറയാനാണ് ഗൈസ്, പാവം പിള്ളേർക്ക് ഹിസ്റ്ററി അറിഞ്ഞുകൂടാ. കുരുക്ഷേത്ര യുദ്ധത്തിന്റെ ഇടയിലേക്ക് ഓട്ടോ പിടിച്ചു ചെന്ന് കയറിക്കൊടുത്തതുപോലെയായി. എല്ലാം ഉള്ളിലൊതുക്കി ഒരു പാട്ടങ്ങ് പാടി. ആര് പറഞ്ഞു മ്യാവൂ, ഞാനാ നിങ്ങളുടെ കാത്തു, എന്നോടൊപ്പം കൂടാൻ ആർക്കാണ് ഇഷ്ടം.